ഒരു പീപ്പിൾ പ്ലീസർ ആകാതെ മറ്റുള്ള ആളുകളോട് എങ്ങനെ കൈൻഡായിട്ട് പെരുമാറണമെന്ന് നമുക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം? ഒന്ന്, കുട്ടികൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഗുഡ് ബോയ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അത് നിർത്തുന്നതിന് പകരം ഈ ഒരു ആക്ഷൻ ചെയ്തപ്പോൾ മോൻ എന്താണ് തോന്നിയത്, ഹാപ്പി ആയിട്ടാണോ, അങ്ങനെ ആ ആക്ഷൻ ചെയ്തപ്പോൾ അവർക്കുള്ളിലുണ്ടായ ഫീലിങ്സിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കെയറിങ് നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഒരു തെറ്റ് പറ്റിയാൽ ഇപ്പൊ തന്നെ സോറി പറഞ്ഞേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം തെറ്റ് പറ്റിപ്പോയി ആൻഡ് വെൻ യു ആർ റെഡി നമുക്കത് ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ത് തരം ബിഹേവിയേഴ്സ് ആണ് നല്ലത്, എന്തൊക്കെ തരം ബിഹേവിയേഴ്സ് നല്ലതല്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് സോറി പറഞ്ഞാൽ ആ ഒരു ജെനുവിൻ ഗിൽറ്റി ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരില്ല. വീട്ടിൽ വേറെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് നിന്റെ ടോയ്സ് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോണം എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ഓക്കെ, യു ആർ നോട്ട് റെഡി ടു ഷെയർ റൈറ്റ് നൗ, ടേക്ക് യുവർ ടൈം ആൻഡ് നിനക്ക് ഡിസൈഡ് ചെയ്യാം നിനക്ക് എപ്പോൾ ഷെയർ ചെയ്യണമെന്ന്, ഏതൊക്കെ ടോയ്സ് ഷെയർ ചെയ്യണമെന്ന്. കാരണം എന്തൊരു കാര്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതും ലോങ് ടേമിൽ അത് ലാസ്റ്റ് ചെയ്യില്ല. സോ ലെറ്റ് ദം ഡിസൈഡ്. 5, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇമോഷൻസോ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അവരോട് പറയുക, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദിസ് വേ. നിനക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് അവരോട് പറയുക. ഇത് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു തരം സേഫ്റ്റി ഫീലിംഗ് ആണ്. അവരുടെ ലൈഫിൽ ഏതൊരു ഹാർഡ് സിറ്റുവേഷൻ വന്നാലും ഒരാൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പാണ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നത്. സോ ഇതെല്ലാമാണ് കുട്ടികളെ ഒരു കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാൻ പഠിപ്പിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് എ പീപ്പിൾ പ്ലീസർ.